കുറെ പക്ഷിയുണ്ട് എവിടെ. ആ അതെത്തി. ഈ മരത്തിന് പ്രശ്നം. ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. ഗുഡ് ഈവനിങ് ഗൈസ്. ഈവനിങ് ആയിരുന്നു. സമയം നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ സമയം എത്രയാ വെച്ചാൽ 5:43 കാണാൻ പറ്റുന്നുണ്ടോ? 5:43 ഗൈസ്. ഇവിടെ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും കാണിച്ചു തരാം ഗൈസ്. സ്വിച്ച് ചെയ്യട്ടെ ക്യാമറ. കുറേ പക്ഷിയുണ്ട് എവിടെ. ആ അതെത്തി. ഇവിടെ കാണാനില്ല. നേക്കൈസ് വെച്ച് കാണാണ്ട് ആ ഓടും. ഒന്ന് കാറ്റ് കാരണം അതും പറഞ്ഞു. എന്തൊരു അവസ്ഥ. ഞാൻ സൺസെറ്റ് കാണിച്ചു തരാം ഗീസ്. സൺസെറ്റ് ഉണ്ടോ? സൺസെറ്റ് ആയിട്ടില്ല. 5:30-6 മണിയാവും സൺസെറ്റ് ആവാൻ. ഈ മരം വെട്ടിയ തണൽ പോയിട്ടാണ് ഗീസ്. പിന്നെ അങ്ങോട്ട് പോകണം. പാടത്തേക്ക് ആ സൈഡിലേക്ക് അങ്ങനെ പോകണം ഗീസ്. അതാണ് ഞാൻ അങ്ങോട്ട് പോകും. അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടാവില്ല നമ്മളവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ പോകണം. ഈ മരത്തിന് പ്രശ്നം ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പോലത്തെ അല്ല, ഒരു എസ് ഷേപ്പ് പോലത്തെ സാധനങ്ങളുണ്ടോ. അതിന് ഇവിടെ ആൾക്കാർ വാങ്ങിക്കുറഞ്ഞാൽ ചില ആൾക്കാർ ഈ ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം മേലെ തട്ടി രോമം പോലെയാണ് ഗീസ്. ആ മേലെ തട്ടിച്ചുറിയെന്നു. ആ മരമാണെങ്കിൽ ഫുള്ള് കവേർഡാണ്. കാണാൻ പറ്റുന്നത് മനസ്സിലാവും ഗീസ്. കണ്ടോ ഈ കാണുന്നതൊക്കെ ഇവിടെ ഇതൊക്കെ ആ സാധനമാണ്. ചുറി ഒരു സീഡാണ്. സീഡ് പൊട്ടിത്തെറിക്കുമ്പോൾ ആ രോമൊക്കെ എവിടെയൊക്കെ ചെല്ലണം അവിടെയൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആൾക്കാരുടെ മേത്തൊക്കെ ചൊറിയാവും. ഈ മരം ഫുള്ളും ആ സാധനം. സമയം ഇപ്പോൾ നിങ്ങൾക്കറിയാം 5:58. ഓക്കെ 5:58 ഗൈസ്. സൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നതായിരിക്കണം. സൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നത്. ചെറിയ വെളിച്ചങ്ങളുണ്ടാവും, വേറൊന്നുമില്ല. ഓക്കെ സൺ സെറ്റായി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യും ഗസ്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗസ്. എന്തെങ്കിലുമൊക്കെ പരിപാടി ചിലപ്പോൾ തണുപ്പുള്ള ആവശ്യമൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ സെൻഡ് ആവും ഗസ്. ബൈ ബൈ. അപ്പോൾ ഓക്കെ ഗൈസ്. നമ്മൾ ആൾക്കാർ നടന്നുകൊണ്ട് കണ്ടോ. ഓക്കെ ഗൈസ്. ന്യൂട്ടിലിട്ട് പാലക്കാട് ടു ഈ ഒരു ഡേറ്റ് ഇതൊക്കെ ശരിയാക്കിയിട്ട് വരാം ഗൈസ്. April 18 അല്ലെങ്കിൽ 19 കൊടുത്തതാണ്. 19 സീറ്റ് ഫുള്ളാകാൻ ചാൻസ് ഇല്ല. ഹിമസാഗർ ഫുള്ളായി. വെയിറ്റിംഗ് ലിസ്റ്റ് 3ഒക്കെയാണ്. തേർഡ് ഇക്കണോമിയാണ്. രസമില്ല. തേർഡ് AC കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റാണ്. WL2 വെയിറ്റിംഗ് ലിസ്റ്റ്. WL അതൊക്കെ അറിയേണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. കേരള എക്സ്പ്രസ്സിൽ അയ്യോ അത് വെയിറ്റ് ലിസ്റ്റായി 19. ഓക്കെ അപ്പോൾ അത് വെയിറ്റ് ലിസ്റ്റായി ഗൈസ്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി 22-ാം തീയതിക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ 22-ാം തീയതിക്ക് ടിക്കറ്റ് ഇല്ല. സ്ലീപ്പർ തേർഡ് ACക്ക് ഉണ്ടോ? വരുന്നില്ലല്ലോ. തേർഡ് ACക്ക് അവൈലബിൾ 27 ഉണ്ട്. ഇപ്പോൾ 22-ാം തീയതി നോക്കാം ഗൈസ്.